ഇറാൻ യുദ്ധം അവസാനിച്ചു. സമാധാന കരാർ അഥവാ ധാരണാപത്രം ഒപ്പിട്ട് 60 ദിവസത്തിനകം എല്ലാം പഴയപടിയിലേക്ക്. കഴിഞ്ഞ 2 ദിവസം വരെ ലോകം പ്രതീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിൽ അശാന്തി തുടരുകയാണ്. പുതിയ പ്രശ്നങ്ങൾ തലപൊക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ തായ്വാൻ കമ്പനിയായ എവർഗ്രീൻ മറൈൻ്റെ എവർ ലവ്ലി എന്ന കപ്പലിന് നേരെ അജ്ഞാത ആക്രമണമുണ്ടായി. ഇതോടെ ഈ മേഖല വീണ്ടും ആശങ്കയിലാണ്. ഇതേ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്ന നടപടികൾ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു. ഒമാൻ ദാഹിദ് തീരത്തോട് ചേർന്ന് ബ്രിട്ടീഷ് നാവിക ഏജൻസിയായ UKMTO നിർദ്ദേശിച്ച റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. കപ്പലിൻ്റെ ബ്രിഡ്ജ് വിൻഡോകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ജീവനക്കാരും ചരക്കും സുരക്ഷിതമാണ് എന്നും കപ്പൽ സുരക്ഷിതമായി കടലിടുക്ക് പിന്നിട്ടുവെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. മിസൈൽ ആക്രമണമാണ് നടന്നത്. ഇറാൻ അംഗീകാരമില്ലാത്ത റൂട്ടുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പ് നൽകില്ലെന്നും അതിന്റെ ഉത്തരവാദിത്വം ഉടമകൾക്കായിരിക്കുമെന്നും ഇറാൻ പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് 100 കണക്കിന് കപ്പലുകളും 10,000-ലധികം നാവികരും ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയിരുന്നു. യുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് 100 ദിവസത്തിലധികം അവിടെ കുടുങ്ങിയവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള നടപടികളിലായിരുന്നു IMO. എന്നാൽ പുതിയ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കുന്നതിനാണ് രക്ഷാദൗത്യം നിർത്തിവെച്ചത് എന്ന് IMO സെക്രട്ടറി ജനറൽ ആഴ്സനിയോ ഡിമിംഗുവസ് വ്യക്തമാക്കുന്നു. സൗദി അരാംകോ തങ്ങളുടെ റാസ് തനൂറ ടെർമിനലിൽ എണ്ണ ലോഡിംഗ് പുനരാരംഭിച്ചിരുന്നു. ദക്ഷിണ കൊറിയൻ കപ്പലുകളും കടലിടുക്കിൽ നിന്ന് പുറത്തു കടക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ആക്രമണമുണ്ടായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഈ യുദ്ധം വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുദ്ധം അവസാനിപ്പിക്കാനാണ് ധാരണാ കരാറിൽ തിടുക്കപ്പെട്ട് ട്രംപ് ഒപ്പിട്ടത്. ഇസ്രയേലിനെ വെറുപ്പിച്ചും കരാറിലേക്ക് നീങ്ങിയത് ഇടക്കാല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ഇപ്പോൾ ഈ കരാർ നിലനിൽക്കുമോ എന്ന ആശങ്കയാണ് ഈ ആക്രമണത്തോടെ ശക്തമാകുന്നത്. ഇറാൻ ആണവ പദ്ധതി, എണ്ണ വിതരണം, ഇസ്രയേൽ ലെബനൻ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളിൽ ധാരണാ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും തുടരുന്നുമുണ്ട്. മറ്റൊരു സൈഡിൽ ഹോർമൂസ് യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മാറില്ല എന്ന് ഇറാൻ 2 ദിവസം മുൻപ് പറഞ്ഞതാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാനിയൻ ഭരണത്തിന് കീഴിൽ തന്നെ തുടരുമെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കിയിരുന്നു. സമുദ്ര സുരക്ഷ, ഉപരോധത്തിലെ ഇളവ്, ലെബനാൻ, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമേരിക്കയുമായുള്ള ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈയൊരു പ്രതികരണം. അതിന്റെ അലയൊലികൾ ഹോർമൂസിൽ കണ്ടു തുടങ്ങിയെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു. തങ്ങൾ നിർദ്ദേശിച്ച കപ്പൽ പാതയിലൂടെ മാത്രമേ കപ്പലുകൾ സഞ്ചരിക്കാവൂ എന്ന് ഇറാൻ ശഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്തിനടുത്തു കൂടി സഞ്ചരിച്ച കപ്പലിന് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ആരാണ് ആക്രമിച്ചത് എന്ന് വ്യക്തമല്ലെങ്കിലും ഇറാന്റെ മുന്നറിയിപ്പ് മുന്നിലുണ്ട്. നിർദ്ദിഷ്ട പാതയിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. കപ്പലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനികളും കപ്പലിലെ ക്യാപ്റ്റന്മാരുമാകും ഉത്തരവാദികളെന്നും ഇറാൻ വ്യക്തമാക്കിയതാണ്. ഒമാൻ തീരത്തിനടുത്ത കപ്പൽ പാതയിലൂടെ സുഗമമായ കപ്പൽ യാത്ര അനുവദിച്ചാൽ ഹോർമൂസിലെ തങ്ങളുടെ നിയന്ത്രണം ആരും വകവയ്ക്കില്ല എന്ന് ഇറാൻ ആശങ്കപ്പെടുന്നു. കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കാൻ തയ്യാറെടുക്കുകയുമാണ് ഇറാൻ. അതിനിടെ ഒരു ബദൽ പാത എന്നത് ഇറാന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സുരക്ഷിത യാത്രയ്ക്കായി ഒമാൻ പ്രഖ്യാപിച്ച പുതിയ കപ്പൽ പാത അംഗീകരിക്കില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് സേന വ്യക്തമാക്കിയതാണ്. ഇറാനുമായി കൂടിയാലോചിക്കാതെയുള്ള നടപടിയാണ് ഇതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത കപ്പലുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ നിയന്ത്രണ പരിധിക്ക് പുറത്തുള്ള പുതിയ കപ്പൽപാത വഴി ലൈബീരിയയുടെ എണ്ണക്കപ്പൽ ഹോർമൂസ് കടന്നതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് വന്നത്. ഒമാന്റെ ഓരം ചേർന്നുള്ള പാത വഴിയാണ് ഈ കപ്പൽ വ്യാഴാഴ്ച കടന്നുപോയത്. ഹോർമൂസ് കടക്കാൻ ഫീസോ ടോളോ ഈടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നതാണ്. ഇറാൻ അമേരിക്ക കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആസ്തി മരവിപ്പിച്ചത് പിൻവലിച്ച് ആ പണം US നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങാനാകും ചിലവഴിക്കുക എന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞതും ഇറാനെ നേരത്തെ ചൊടിപ്പിച്ചതാണ്. പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് ഇറാൻ തീരുമാനിക്കുമെന്നാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് തുറന്നടിച്ചത്. US നിന്ന് ഇറാൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മരുന്നും വാങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടിരുന്നു. പക്ഷേ കരാറിൽ അതിനെക്കുറിച്ച് പരാമർശമില്ല.
അതേസമയം ഹോർമൂസ് തുറന്നതോടെ ഇന്ത്യയും പുതിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. ഹോർമൂസിലൂടെ ചരക്ക് നീക്കം നടത്താൻ എണ്ണക്കപ്പലുകൾ യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാളും ഇരട്ടിയിലധികം നിരക്കാണ് ഇപ്പോൾ ഈടാക്കുന്നത്. കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനായി 9 മടങ്ങോളം അധിക ചാർജ് നൽകിയാണ് ഓയിൽ ടാങ്കർ ബുക്ക് ചെയ്തത് എന്ന് റിപ്പോർട്ടുണ്ട്. ഹോർമൂസ് തുറന്നതോടെ പരമാവധി ക്രൂഡ് ഓയിൽ എത്തിക്കാൻ പല രാജ്യങ്ങളിലെയും കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊത്ത് കപ്പലുകൾ ലഭ്യമല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. കൂടാതെ ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങളും നിരക്ക് വർധനയ്ക്ക് കാരണമായി. ഇറാനും US-ഉം തമ്മിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടുവെങ്കിലും ഹോർമൂസ് വഴിയുള്ള കപ്പൽ നീക്കം സാധാരണ സ്ഥിതിയിലാകാൻ ഇനിയും സമയമെടുക്കുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം 120 മുതൽ 140 വരെ കപ്പലുകളാണ് ഹോർമൂസ് വഴി കടന്നുപോയിരുന്നത്. നിലവിൽ കപ്പലുകൾ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് എങ്കിലും യുദ്ധത്തിന് മുൻപുള്ള എണ്ണത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ഹോർമൂസിനുള്ളിൽ 100ഓളം കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഇതിലെല്ലാം ഇതിനോടകം ചരക്ക് കയറ്റി കഴിഞ്ഞു. ചരക്ക് നിറയ്ക്കാനായി കാലിക്കപ്പലുകൾ കിട്ടാനില്ല. ഇതോടെ പുറത്തുനിന്ന് കപ്പലെത്തിച്ച് ചരക്ക് കയറ്റാനാണ് കമ്പനികളുടെ ശ്രമം. എന്നാൽ ഇതിനുള്ള ചെലവും വർദ്ധിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് $1 ലക്ഷം ആയിരുന്നു ഹോർമൂസിന് പുറത്ത് കപ്പലുകൾ വാടകയ്ക്കെടുക്കാൻ ചെലവായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് $2 ലക്ഷം വർദ്ധിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇത് കൂടുതൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. നിരക്കുയർന്നതോടെ ഹോർമൂസിലൂടെ ചരക്ക് കൊണ്ടുപോകുന്ന കപ്പൽ കമ്പനികളുടെ വരുമാനത്തിലും വൻ വർധനവുണ്ടായി. ഹോർമൂസ് വഴി സഞ്ചരിക്കുന്നതിന് നൽകേണ്ട ഇൻഷുറൻസ് പ്രീമിയം കുറഞ്ഞതും കമ്പനികൾക്ക് നേട്ടമാണ്. യുദ്ധസമയത്ത് കപ്പലിന്റെ വിലയുടെ 5% വരെയായിരുന്നു ഇൻഷുറൻസ് തുകയായി നൽകേണ്ടിയിരുന്നത്. നിലവിൽ ഇത് 3% കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള 30 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയിലേക്കുള്ള 26 കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ കടന്നുപോകുന്നതിനായി കാത്തിരിക്കുകയുമാണ്. ഹോർമൂസ് കടലിടുക്ക് കടന്ന 30 കപ്പലുകളിൽ 17 വിദേശ പതാകയിൽ ഉള്ളവയാണ്. ഇവയിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ മാർഷൽ ദ്വീപുകളുടെ പതാകയിലാണ് സഞ്ചരിക്കുന്നത്. ഇന്ത്യൻ പതാകയിലുള്ള കപ്പലുകളും ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന വിദേശ പതാകയിലുള്ള കപ്പലുകളും ഉൾപ്പെടെ ഇന്ത്യൻ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട 26 കപ്പലുകൾ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിന് പടിഞ്ഞാറുള്ള പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തുടരുകയാണ്. ഈ 26 കപ്പലുകളിൽ 3 ഊർജ്ജ വിഭവങ്ങളാണ് വഹിക്കുന്നത്. 10 കപ്പലുകൾ വളങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശേഷിക്കുന്ന 13 കപ്പലുകൾ മറ്റ് വിവിധ ചരക്കുകളാണ് വഹിക്കുന്നത്. ലോകത്തെ മൊത്തം ഊർജ്ജ വിതരണത്തിന്റെ ഏകദേശം 1/5 കടന്നുപോകുന്ന അതീവ പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര സമുദ്രപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇന്ത്യക്ക് ആവശ്യമായ LPG, LNG എന്നിവയുടെ പ്രധാന വിതരണ മേഖലയായി ഗൾഫ് രാജ്യങ്ങൾ തുടരുന്നതിനാൽ ഈ കടലിടുക്കിലൂടെയുള്ള തടസ്സരഹിത കപ്പൽ ഗതാഗതം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമാണ്. സമുദ്ര ഗതാഗത നിരീക്ഷണ സ്ഥാപനമായ കെപ്ലറിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 2 ദിവസം കൊണ്ട് 70-ലധികം ചരക്കു കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നത്. അമേരിക്ക ഇറാൻ ധാരണയ്ക്ക് മുൻപുണ്ടായിരുന്ന സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കപ്പൽ ഗതാഗതത്തിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. AFPയുടെ റിപ്പോർട്ട് പ്രകാരം സമുദ്ര ഗതാഗത നിരീക്ഷണ സ്ഥാപനമായ കെപ്ലറിന്റെ വിവരങ്ങൾ അനുസരിച്ച് മാർച്ച് 1 മുതൽ ജൂൺ 14 വരെ പ്രതിദിനം 10 കപ്പലുകളിൽ താഴെ മാത്രമാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയത്. എന്നാൽ ജൂൺ 15 മുതൽ പ്രതിദിനം ശരാശരി 22 ചരക്ക് കപ്പലുകൾ ഈ ജലപാതയിലൂടെ സഞ്ചരിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ പ്രതിദിനം ഏകദേശം 120 കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകുന്നത്. ആഗോള എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും കയറ്റുമതിയുടെ ഏകദേശം 1/5 ഈ ജലപാതയിലൂടെയാണ് നടക്കുന്നത്. അതിനാൽ ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിലൊന്നായി ഹോർമൂസ് കടലിടുക്ക് കണക്കാക്കപ്പെടുന്നു.